ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത അതുൽ. അപ്പം ഞാൻ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട്, കുറേ ആയി മീൻസ് ഒരു 1 മന്തൊക്കെ ആവാനായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കൊച്ചി പോവാണ്. അപ്പോൾ തമ്പ്ലൈന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കൊച്ചി പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ച്. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ വഴിയെ പറയാം, കൊച്ചി പോയിട്ട് പറയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷം കാണാം. അപ്പം ഇതാ ഞങ്ങൾ ലഗേജാണ് അതൊക്കെ എടുത്ത് വെച്ച്. പിന്നെ ഇതാ ലഗേജ് കാണിച്ചു തരാം. ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാനുള്ള ലഗേജാണ്. അപ്പോൾ അത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ വീട് വിട്ട് തന്നെ പോവുകയാണെന്ന് തോന്നുന്നു, അത്രയ്ക്കുണ്ട് ഈ ലഗേജ്. അത് ഞാൻ പറഞ്ഞ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന്, അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. എന്നൊക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ കൊച്ചിയിൽ പോകുന്നത് കൊച്ചി ചേച്ചീൻ്റെ വീട് കൊച്ചിയിലാട്ടോ. അതാണ്. പിന്നെ ഒരാളെ കാണിച്ചത് കണ്ടേട്ടാ, ഒരു ഹായ് പറയുക. പിന്നെതാ എൻ്റെ അമ്മ കണ്ണേട്ടൻ്റെ അമ്മ. ഒന്ന് നോക്കേ, ഞങ്ങളെ ചോറ് വാങ്ങി തിന്നൊന്നുമില്ല. അയ്യോ, എൻ്റെ അമ്മ വെറും ക്ലോസപ്പാ. പിന്നെ അച്ഛനും കുഞ്ഞാപ്പിയും. പപ്പാ ഒന്നും കൂടെ നോക്കിയേ. ആടാണ് അമ്മൻ്റെ കുഞ്ഞാപ്പി. എവിടെ ലഡ്ഡു? എവിടെ എവിടെ അവൻ്റെ കുഞ്ഞാൻ? ആയി ആയി. നമ്മൾ കുപ്പായം മാറ്റണ്ടേ? ഫോണ് മതി നോക്ക്. അപ്പം ഞങ്ങൾ ഓട്ടോയ്ക്കാണ് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. 1:30ക്കാണ് ട്രെയിൻ. 1:30ക്കുള്ള ജനശതാബ്ദി. 5:15 5:30 ആകുമ്പോൾ അവിടെ എത്തും. അപ്പോൾ അതിനാണ് പോകുന്നത്. ഇവിടുന്ന് ഓട്ടോയ്ക്ക് ഞാനും കണ്ണേട്ടനും അച്ഛനും അമ്മയും, ഞങ്ങൾ 4 ആളും കൂടിയാണ് പോകുന്നത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വെറുതെ വന്നതാണ്, ഞങ്ങൾ പോകുന്നതുകൊണ്ട് വന്നതാണ്. പിന്നെ അപ്പം ഇനി ഞാൻ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ. അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട്, അല്ല വേണ്ട, ഓട്ടോ വന്നിട്ട് കാണാം. ഓക്കെ. ഓ ചാർജ് ലഗേജസ് ആണ് ഞങ്ങളെ. ഇതവിടെ ലഗേജ്. കുഞ്ഞാപ്പി പുറപ്പെട്ടു. അങ്ങ് പോകാനുള്ള ഓട്ടോ വന്നു. ഹലോ അന്നാർ ടാറ്റാ. അപ്പൊ അങ്ങോട്ടേക്ക് അച്ഛനും അമ്മയും മുന്നേ പോയി. ഞാനും കണ്ണേട്ടൻ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഗേജ് കുറച്ച് തോന്നുന്നുണ്ട്. ലഗേജ് തോന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഒന്ന് പുറത്ത് ഇറങ്ങിയിട്ട് വരാം. 3:45 എടുക്കാൻ. ട്രെയിനിൽ കയറി. ഇനി ഫുഡ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് കഴിച്ചിരുന്നു, പക്ഷെ ഒരു വിശപ്പിൻ്റെ വിളി വന്നു. അപ്പം അത് വാങ്ങാൻ വേണ്ടി ഞാനും കണ്ണേട്ടനോട് ഇറങ്ങിയതാണ്. കണ്ണേട്ടനും കുഞ്ഞാപ്പിയതാ. ഞങ്ങളിതാ ഫുഡ് വാങ്ങി വന്നു. C1 ആണത്, അത് നമ്മളല്ല, നമ്മൾ D1 ആണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് വാങ്ങി കേട്ടോ. ഫുഡ് വാങ്ങിച്ചു. ഇനിതാ D1 ആണ്, ഞങ്ങൾ കോച്ച് D1 ആണ്. അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിൽക്കുക. ഇത് 1:45 എങ്ങനെ എടുക്കുള്ളൂ. 1 മണി ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 1:45 അതുവരെ ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോച്ചെത്തി. അമ്മയും അച്ഛനെ ഇപ്പം കാണിച്ചതേ.
ഞങ്ങളങ്ങനെ കൊച്ചി എത്തി. ഇതാ ഏച്ചിനെ ഹസ്ബൻഡ് കൂട്ടാൻ വന്നിട്ടുണ്ട്. ഇതാ പോവാണ്. ഇറങ്ങുന്നേരം എടുക്കണം എന്നൊക്കെ വിചാരിച്ച വീഡിയോ ഒന്നും നടന്നില്ല. ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് ടൈമേ ഉണ്ടായുള്ളൂ ട്രെയിനാണ് നിർത്തുക. അപ്പോൾ ഇനി കാറിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഞങ്ങളിതാ കാറിൻ്റെ അടുത്തെത്തിന് ലഗേജ് കേൾക്കണം. ചേരുന്ന ലഗേജ് എടുക്കാൻ ഫൈനലി ഞങ്ങൾ എത്തിച്ചേർന്നു. ലഗേജൊക്കെ ഇവിടെ ഇറക്കി കിടക്കുന്നതാണ്. കുഞ്ഞാപ്പി ഓളിപ്പോഴൊന്ന് സമാധാനമായി ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ കൊച്ചിയിലെത്തി. ചേച്ചിൻ്റെ വീട്ടിൽ കയറി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഞാൻ ട്രെയിനിന് ഇറങ്ങുന്നേരം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേങ്കിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കൂടി പറ്റിയ സാഹചര്യം. അതുകൊണ്ടാണ് ആ വീഡിയോ കുറച്ച് വീഡിയോസൊക്കെ വിട്ടത്. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങണം എന്നുണ്ട്. നോക്കട്ടെ, മഴ ഇല്ലാച്ചാൽ ഞങ്ങളൊന്നും ഇറങ്ങും. ഇല്ലെങ്കിൽ ചിലപ്പം പോകുന്നുണ്ടാവില്ല, ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവുള്ളൂ. ഒന്ന് വാക്ക് വേ വരെ ഒന്ന് പോവായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഇനി കുറച്ച് വിശേഷങ്ങളോട് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ആ വീഡിയോ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഞങ്ങളിതാ അരുൺ ഐസ്ക്രീമിൽ ഇവിടെ വന്നതാണ്. ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു 5 രൂപേൻ്റെ ഒരു ഐസ്ക്രീം കിട്ടും. കുറേ കാലമായിട്ട് ഇഷ്ടമാണ് അത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞ 5 രൂപേൻ്റെ ഒരു ഐസ്ക്രീം ഇല്ല, അതെവിടെ? ഏതാ? അതല്ല വേറെ ഒന്നുണ്ട്. ഇതുപോലെ തന്നെ ഉള്ള 5 രൂപേൻ്റെ ഒന്നുണ്ട്. ഇത് 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 വേണത് എത്രേട്ടാ? 5 അല്ലേ? വേണോ? അല്ല, നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വേണോ? ഉണ്ണിതാ ഇത് വാങ്ങി. പിന്നെ കണ്ണേട്ടനൊരു വാനിലേൻ്റെ ഐസ്ക്രീം. അപ്പോൾ എൻ്റെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ അധികം ഒന്നും ഇപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒന്ന് നടക്കാനിറങ്ങി, ഒരു ഐസ്ക്രീം കഴിച്ച് ജസ്റ്റ് പോന്നു, അത്ര തന്നെയുള്ളൂ. പിന്നെ നാളെ ഞങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ എണീക്കണം മീൻസ് നാളെ നേരത്തെ ഇറങ്ങണം. ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങളിവിടെ കൊച്ചിയിലേക്ക് വന്നത്. അപ്പം എല്ലാവരും ഭക്ഷണം നേരത്തെ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോവാണ്. നമുക്ക് നാളത്തെ ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റെ അടുത്ത വീഡിയോ അതാ, ഞാൻ പറയുന്നില്ല, സർപ്രൈസാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമുക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.